ഒരുപാട് കൂട്ടുകാരൻ്റെ ഡൗട്ടാണ് എങ്ങനെയാണ് താമര ചെടി കറക്റ്റായിട്ട് നടേണ്ടത്, താമര ട്യൂബർ എങ്ങനെയാണ് നടേണ്ടതെന്ന്. അപ്പം ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോണത്. നമുക്ക് ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമ്മുടെ താമര ട്യൂബർ നടാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാണകപ്പൊടി, അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടി, ആട്ടുംകാട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം മിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു 1.5 കിലോളം നമ്മൾ ആദ്യം അടിയത്തെ ലെയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചാണകപ്പൊടിയിലൊക്കെ എന്തെങ്കിലും കഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കൈവച്ചൊന്ന് പൊടിച്ചു കൊടുക്കുക കേട്ടോ. കാരണം ട്യൂബർ വളരുമ്പം അതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാവുന്നതാണ് ഈ കല്ല് കഷ്ണങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ആട്ടുംകാട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ചാണകപ്പൊടി മാത്രമാണെങ്കിലും നല്ല രീതിക്ക് വരും. പിന്നെ മണ്ണ് നമുക്ക് സാധാരണ നമ്മുടെ ഗാർഡൻ സോയിൽ മതിയാവും, നോർമലി മുറ്റത്തുള്ള മണ്ണ് മതിയാവും. പക്ഷേ ഇത് നമ്മുടെ വീട് പൊളിച്ച മണ്ണായതുകൊണ്ട് ഒരു 10-60 വർഷം പഴക്കമുള്ള അത്യാവശ്യം നല്ല മണ്ണാണ്. നല്ല രീതിക്ക് ഫ്ലവറിങ്ങും ചെടിയൊക്കെ വളരാനുള്ള എല്ലാ പ്രോട്ടീൻ അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ നട്ടപ്പോഴത്തേക്കും ഒരുപാട് നമുക്ക് ഫോറിനർ നട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കളും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. പിന്നെ വളക്കുള്ള മണ്ണ് തന്നെ വേണമെന്നില്ല, നമുക്ക് നോർമൽ മണ്ണ് നമ്മുടെ വീട്ടുമുറ്റത്ത് മണ്ണാണ്. മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വീട്ടുമുറ്റത്തുള്ള മണ്ണ് മതി. അപ്പം അത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് ഏകദേശം പോട്ടിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മണ്ണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓരോ ലെയർ ആഡ് ചെയ്യുമ്പോഴും അതിനകത്ത് ഉള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. മണ്ണിൻ്റെ കഷ്ണങ്ങളാണെങ്കിൽ പോലും നമ്മൾ കൈ വെച്ചൊന്ന് പൊടിച്ചു കൊടുക്കുക കേട്ടോ. കാരണം അത് നമ്മൾ ട്യൂബർ വെച്ച ശേഷം ട്യൂബർ വളരുന്ന സമയത്ത് ഈ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ ട്യൂബർ വളഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ കല്ലൊന്നും ഇല്ലാണ്ടാണ് വെക്കണമെങ്കിൽ ട്യൂബർ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ വളരെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പം 2-3 നമ്മുടെ കലവച്ചട്ടി മണ്ണ് ഞാൻ അതിനകത്തേക്ക് കൊട്ടിയിട്ടുണ്ട്. അപ്പം പൊടിക്കാൻ പറ്റാത്ത കല്ലും കഷ്ണങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ നമ്മുടെ അമേരിക്കൻ മല്ലിയുടെ ട്യൂബറാണ് ഇപ്പോൾ നമ്മൾ നടാൻ വേണ്ടി പോണത്. അതിൻ്റെ ട്യൂബർ നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നുമുണ്ട്. അപ്പം വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ എടുത്തിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇപ്പോൾ ചെറിയ ജലദോഷം ആയതുകൊണ്ട് നമ്മുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം 2-3 ദിവസം തുടങ്ങിയിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് കേട്ടോ നല്ല രീതിക്ക് ജലദോഷങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു കേട്ടോ. അപ്പം നമുക്കിപ്പോൾ 3-4 വട്ടിയല്ല, ഞങ്ങളോട് വട്ടി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ കൊട്ടക്കണക്കാണോ ഉദ്ദേശിക്കുന്നത്. അപ്പം കലവച്ചട്ടി മണ്ണ് നമ്മളതിനകത്തേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ വളങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. വളങ്ങൾ നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ ഒന്ന് വളർന്ന് ഗ്രോത്തായ ശേഷം മാത്രം നമുക്ക് ചെയ്താൽ മതി. അതിൻ്റെ വളങ്ങൾ നമ്മൾ NPK, DAP ഒക്കെയാണ് കൊടുക്കാറുള്ളത്. അതിൻ്റെ വീഡിയോ ഞാനൊരു ദിവസം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ നടന്ന വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ ട്യൂബർ എടുക്കുന്ന വീഡിയോസ് എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പ്രോസസ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, വീഡിയോ കാണുന്നത് തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങളുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കൺ ബട്ടണൊക്കെ. അപ്പോൾ അതൊന്ന് നമുക്ക് എനേബിൾ ചെയ്ത് വയ്ക്കാം കേട്ടോ. കാരണം ഞാനിടുന്ന വീഡിയോസ് അതുപോലെ സെയിൽ പോസ്റ്റൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ കേട്ടോ. പുതിയ വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണണമെങ്കിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മഴ നനഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ കാലാവസ്ഥയുടെ അത് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഏകദേശം നമ്മുടെ പോട്ടിൽ മണ്ണ് ലെവലായിട്ടുണ്ട്. അപ്പം മണ്ണ് ഒരുപാട് നമ്മൾ കൈവച്ച് പ്രസ് ചെയ്ത് ഇതാക്കരുത് കേട്ടോ. കാരണം നമുക്ക് ലൂസായിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. ശേഷം നമ്മുടെ ചെറിയൊരു ഓസ് ഇട്ടിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ട്യൂബ് നടുമ്പോൾ ഒരുപാട് ഫുള്ളാക്കി വെള്ളം നിറയ്ക്കാൻ പാടില്ല. നമുക്ക് ചെടി രൂപത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ മേലോടെ മാത്രം നനച്ചാൽ പോരാ, ഉള്ളിക്കൊക്കെ വെള്ളം ഇറങ്ങുന്ന രീതിയിൽ വേണം നടാനായിട്ട്. കാരണം നമുക്ക് പിന്നീട് വെള്ളം നിറക്കുന്ന സമയത്ത് ബബിൾസ് ഉണ്ടാകുമ്പം നമ്മൾ വെച്ച ട്യൂബർ മുകളിലോട്ട് പൊങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്യൂബർ ഒരുപാട് അടിയിലോട്ടൊന്നുമല്ല വെക്കുന്നത്. അത് ഞാൻ വീഡിയോ ലാസ്റ്റ് കാണിച്ച് കേട്ടേക്കണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് കൈവേരലോണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, വെള്ളം അടിയിലോട്ടൊക്കെ പൊക്കോളും. അപ്പോൾ നല്ല രീതിക്കൊന്ന് ഇളക്കി മണ്ണൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. അടിയിലേക്ക് വെള്ളമൊക്കെ പോകുന്ന രീതിയിൽ സെറ്റാക്കി കൊടുക്കുക കേട്ടോ. നല്ല രീതിക്ക് കുഴച്ച് കൊടുത്താൽ മതി. പിന്നെ കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കഷ്ണങ്ങളും കല്ലുകളൊക്കെ കിട്ടും, അതൊക്കെ എടുത്ത് കളയുക. ചെറിയ തീരെ പൊടിക്കല്ലുകളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം വലിയ കല്ലുകളൊക്കെ ആണെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുള്ളൂ. പൊടിക്കല്ലാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മണ്ണ് കിട്ടാത്ത ആൾക്കാർ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും പരിസരത്തുള്ള ആൾക്കാർ അവിടെ നിന്നൊക്കെ എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ പാലക്കാടാണെങ്കിൽ കൂടെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മണ്ണെടുത്ത് തരുമായിരുന്നു കേട്ടോ. പക്ഷേ നിങ്ങൾ പാലക്കാടല്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. കൊച്ചിയിലേക്കുള്ള ആൾക്കാർ നമ്മുടെ പറയാറുണ്ട് മണ്ണ് കിട്ടാൻ വഴിയില്ല, എന്താ ചെയ്യേണ്ടത്, കാശ് കൊടുത്ത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മണ്ണ് പോലും ഇപ്പോൾ കാശ് കൊടുത്ത് മേടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ. അപ്പം എല്ലായിടത്തും കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹെൽത്തി ട്യൂബർ കേട്ടോ അമേരിക്കൻ മല്ലിയുടെ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോട്ടിൻ്റെ സൈഡിലൂടെ വേണം നമ്മുടെ ട്യൂബർ വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. സെൻറ്റർ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ട്യൂബറിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം ഉണ്ടാവും. ചെടി വളരും, പക്ഷേ നമ്മൾ ട്യൂബർ കറക്റ്റായിട്ട് നമുക്ക് റീപോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ പൊട്ടാതൊക്കെ എടുക്കണമെങ്കിൽ സൈഡിലൂടെ വെച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം അതിൻ്റെ വേര് ഓടുന്നത് ട്യൂബർ ഓടുന്നത് നമ്മുടെ പോട്ടിൻ്റെ ചുറ്റുമായിരിക്കും കേട്ടോ. ശേഷം ഇതേപോലെ നമ്മുടെ ചളിയിലേക്ക് ഇതേപോലെ നമ്മുടെ 2
ഇലക്കഷ്ണം വെച്ച് കൊടുക്കാം കേട്ടോ. താമരയുടെ തന്നെ വാഴയിലയോ അതോ പ്ലേറ്റോ എന്തായാലും മതി. അപ്പോൾ ഞാനിപ്പം പ്ലേറ്റൊന്നും എടുക്കാത്തതുകൊണ്ട് നമ്മുടെ താമരയുടെ ലീഫ് തന്നെ എടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം കലങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പെട്ടെന്ന് തെളിച്ചത്തോടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ മണ്ണ് നമ്മുടെ കുറച്ച് ചളിമണ്ണായതുകൊണ്ട് വെള്ളം കലങ്ങിയിട്ടേ വരുള്ളൂ. അപ്പോൾ എന്തായാലും 2 ദിവസം പിടിക്കും. ചിലത് നമുക്ക് ചെറിയ സ്ലോ സ്പീഡൊക്കെ ആണെങ്കിൽ, വെള്ളത്തിൻ്റെ സ്ലോ സ്പീഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തെളിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ടാങ്കൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ടാങ്കല്ല, നമ്മുടെ പോട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊക്കെ ചുമ്മാ അതിൻ്റെ കുറച്ച് നേരം ഇലയിലൊക്കെ വെള്ളങ്ങളൊക്കെ ആക്കി കളിക്കുന്നുണ്ട് കേട്ടോ. പ്രായം 10-30 ആയെങ്കിലും മനസ്സ് കുട്ടികളുടെ തന്നെ കേട്ടോ. അപ്പം നിങ്ങളാരും കളിയാക്കരുത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ സിമ്പിളാണ് നമ്മുടെ താമര ട്യൂബർ നടാനും അതുപോലെ കെയർ ചെയ്യാനൊക്കെ. നമുക്ക് ഒരു പണിയില്ല. കാരണം നമുക്ക് 2 നേരം നനയ്ക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് വെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരാഴ്ച വീട്ടിലില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. കാരണം നമുക്ക് നമ്മുടെ പോട്ടിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല നമുക്ക്. അപ്പം മടിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാൻ പറ്റിയ പ്ലാന്റാണ് നമ്മുടെ താമര. പിന്നെ റീപോർട്ട് ചെയ്യലും കാര്യങ്ങളും അത് നമ്മുടെ ഒരു 2 മണിക്കൂറത്തെ മാത്രം സമയം ചിലവഴിച്ചാൽ മതി. അത് റീപോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അതല്ലാതെ ഇങ്ങനെ നട്ടു കൊടുത്തിട്ട് അങ്ങ് പോയാൽ മതി. അങ്ങനെ പോകാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ കിട്ടുന്നങ്ങോട്ട് പോകാനൊന്നും പാടില്ല. അത്യാവശ്യം സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുമ്പോൾ വളങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സംതൃപ്തിയും അതുപോലെ നമുക്ക് സന്തോഷം കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ, സീ യു.